ഉമ്മാടെ പേര് വിളിച്ചാൽ വീട്ടിൽ ബറക്കത്തുണ്ടാവൂല. ഉമ്മയെയും വാപ്പയെയും കളിയാക്കിയാൽ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവൂല. പഠിച്ചു വെച്ചോളൂ. ഉമ്മയുടെ പേര് വിളിച്ചാൽ നിങ്ങളെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാവൂല. അതോടുകൂടി കഴിഞ്ഞു. പുതിയ സ്റ്റൈലാണ്. അപ്പൊ അതിന്റെ അടിയിൽ കൂടെ ബറക്കത്ത് ചുവന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കൂല. അതുപോലെ ഉമ്മയും വാപ്പയും കളിയാക്കുന്ന കുറെ മക്കളുണ്ട്. ഒരു ബറക്കത്ത് വരെ ജീവിതത്തിൽ ഉണ്ടാവൂല. അള്ളാഹു കാക്കട്ടെ. അപ്പൊ പെണ്ണിനാണ് ആദ്യം ആഗ്രഹം വരിക. അപ്പൊ പെണ്ണിങ്ങനെ ഭർത്താവിനോട് ഇങ്ങനെ ചോദിക്കും, അച്ഛനെ ഉറങ്ങിയോ? ഇല്ലടി, എന്താ ഈ പാതിരാത്രി നീ ഉറക്കൂല എന്നെ? അല്ല, എനിക്ക് നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റണില്ല മച്ചാൻ. മനസ്സറിഞ്ഞിട്ടൊരു സ്നേഹം നിങ്ങൾക്ക് തരാൻ കഴിയണില്ല. ഉമ്മായും വാപ്പായും മക്കളും പിന്നെ നിങ്ങളുടെ സഹോദരിയുടെ വാലുപുരത്തെ 3-4 കിടന്ന് ഓട്ടും ആകെ ബഹളം. ഇവിടെ എനിക്ക് ഒരു പ്രൈവസി ഇല്ല. ഒരു വീടുണ്ടെങ്കിലേ ഈ ലൈലാര സ്നേഹം എന്തെന്ന് ഈ ഒരു സാധനം മച്ചാന് കിട്ടിയാലുണ്ടല്ലോ, എപ്പ വീട് വെച്ചെന്ന് ചോദിച്ചാൽ ഇതാണ് താത്തമാരെ കഴിവ്. അവനിങ്ങനെ പിറ്റേന്ന് രാവിലെ ഇങ്ങനെ ചായ കുടിക്കുമ്പോ ഉമ്മ എന്താ മോനെ എങ്ങനെ ആലോചിക്കുന്നത്? ഇല്ലമ്മ ഒന്നുമില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഉമ്മാക്ക് മനസ്സിലാവും അവള് സാധനം സെറ്റാക്കിയിട്ടുണ്ട്, അതിന്റെ വർക്കാണ്. ഇപ്പൊ രാവിലെ ചായ കുടിച്ചപ്പോ മകൻ എങ്ങനെ വല്ലാത്ത അഗാധമായ ചിന്തയിൽ എങ്ങനെ പോകും, പടച്ചോനെ എവിടുന്ന് പലിശക്കെടുക്കുമോ, അങ്ങനെ ചിന്ത ഏത് മേശരി ഏൽപ്പിക്കും. എന്നാലൊരു മാന്യമായ ചെറിയൊരു വീടാണോ താത്താര സ്വപ്നമല്ല. ഏത് പുതിയ വീട് താമസത്തിന് പോയാലും താത്ത ഇങ്ങനെ നോക്കും. ജുനൈദാടെ സ്റ്റെപ്പ് ഇങ്ങനെ, ലൈലാടെ സ്റ്റെയർ ഇങ്ങനെ, സീനാടെ കിച്ചൺ അങ്ങനെ, ഇതൊക്കെ നോക്കി വെച്ചിട്ട് താത്ത ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കും. ഇയാളെ കൊണ്ടത് താങ്ങോ? എന്നാലും പാവപ്പെട്ടം വിചാരിക്കും, നേരത്തെ പറഞ്ഞ അത് കിട്ടാൻ വേണ്ടിയിട്ട് വീടെന്ന് വിചാരിച്ച് ഒരു വീടിന് വേണ്ടി പാവപ്പെട്ടം മെനക്കെടും. അങ്ങനെ എന്തായാലും വീടുണ്ടാക്കും. ഓരോ പെണ്ണിന്റെ ആഗ്രഹം. പക്ഷെ ഇവിടെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫാത്തിമ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നോട് പിണങ്ങുമോ ഫാത്തിമ? ഒരു കാര്യം പറഞ്ഞാൽ എന്നോട് പിണങ്ങുമോ ഫാത്തിമ? നീ ഒന്ന് സഹകരിക്കുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വാക്ക് നീ പറയേണ്ട താമസമേ ഉള്ളൂ ഫാത്തിമ. നമുക്ക് സ്വന്തമായിട്ടൊരു വീടാകും ഫാത്തിമ. ഒരു നല്ല വീട് നമുക്ക് വേണ്ടേ? നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്താൻ, നമുക്ക് സമാധാനത്തോടെ മഴ നനയാതെ മഞ്ഞ കൊള്ളാതെ കിടന്നുറങ്ങാൻ, ഞാൻ ജോലി കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ സമാധാനത്തോടെ ഒന്ന് വിശ്രമിക്കാൻ ഒരു വീട് വേണ്ടേ ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സ്വഹാബിക്ക് 2 വീടുണ്ട് ഫാത്തിമ. ഒരു വീട് വെറുതെ കിടക്കുകയാണ്, താമസിക്കുന്നില്ല. നീ ഒന്ന് മുത്തുനബിയോട് പോയി പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അത് നമുക്ക് വാങ്ങിത്തരും. ഒരു പൈസയും കൊടുക്കണ്ട, നമുക്കതിൽ താമസിക്കാം. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉള്ളങ്ങോട്ട് പിടയാൻ തുടങ്ങി. ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത്? എനിക്കതിങ്ങനെ ആഗ്രഹമില്ല. പക്ഷേ അറിയാതെ നിങ്ങളോട് പറയാൻ പറ്റുമോ? ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചു പഠിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭർത്താവ് പറഞ്ഞതിനു വേണ്ടി പ്രിയപ്പെട്ട മുത്തു റസൂലിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ സങ്കടപ്പെടുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, മോളെ, സ്വർഗത്തിൽ മരതകം കൊണ്ടുള്ള വീട് വേണോ? മാണിക്യം കൊണ്ടുള്ള വീട് വേണോ? മുത്തു പതിപ്പിച്ച വീട് വേണോ? സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ പൊന്നുമോക്ക് സ്വർഗത്തിൽ വാപ്പച്ചി വീട് വാങ്ങിത്തരാ. ദുനിയാവിൽ വാപ്പയെ കൊണ്ട് കഴിയൂല മോളെ, ഒരാളോടും വാപ്പച്ചി ചോദിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ അത് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ മടങ്ങി വരികയാണ്. നിരാശയൊന്നുമില്ല. ഭർത്താവ് പറഞ്ഞ കാര്യം നിറവേറ്റി എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ 2 വീടുള്ള സ്വഹാബിയ വിവരമറിയുകയാണ്. 2 വീടുള്ള സ്വഹാബിയ വിവരമറിയുകയാണ്. ആ സ്വഹാബി ഓടി വരികയാണ് ഇലാ ഹദറത്തി റസൂലില്ലാഹ്. പുന്നാര ഹബീബിന്റെ ചാരത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, 2 വീടും എനിക്ക് വേണ്ട നബിയേ. അങ്ങയുടെ പൊന്നുമോൾക്ക് ഒരു വീട് ആഗ്രഹമുണ്ടെങ്കിൽ ആ വീടിന് പരിഹാരം കാണാതെ ഇനി ഒരു വീട്ടിൽ
വീട്ടിലും ഞാൻ താമസിക്കൂല നബിയേ. അതുകൊണ്ട് ഒരു വീട് ഫാത്തിമക്ക് ഇഷ്ടമുള്ള ഒരു വീട് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് കൊടുക്കണം നബിയേ. അങ്ങനെ ഒരു വീട് കൊടുത്തു. എന്റെ പായിപ്പാട്ടുകാരാ, ആ വീട് അത്ഭുതങ്ങളുടെ വീടായിരുന്നു. ആ വീടാണ് മസ്കനുൽ വാസി. അതെങ്ങനെയാണ് മസ്കനായത്? അതെങ്ങനെയാണ് വാസിയായത്? അതെങ്ങനെയാണ് ബറക്കത്തായത്? അതെങ്ങനെയാണ് റഹ്മത്തായത്? അതെങ്ങനെയാണ് ഐശ്വര്യങ്ങളുടെ അഭിവൃദ്ധിയുടെ സന്തോഷങ്ങളുടെ വീടായി മാറിയത്? പട്ടിണിക്ക് കുറവില്ലായിരുന്നു, പക്ഷേ എങ്കിലും ആ വീട്ടിൽ വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. പരാതിയില്ലാത്ത പരിഭവമില്ലാത്ത വീടായിരുന്നു. ഒരിക്കൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഫാത്തിമ എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഫാത്തിമ? ആദ്യമായാണ് ചോദിച്ചത്. ഞങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് അങ്ങനെ ചോദിച്ചാൽ അവർക്ക് വലിയ സങ്കടമാണ്. ഞാൻ നിങ്ങൾ കഴിച്ചെന്നാ കരുതിയത്. പിന്നെ പെട്ടെന്ന് അടുക്കളയിൽ ഒരു വെപ്രാളമാണ്. ഭർത്താവ് നാവെടുത്ത് ചോദിച്ചതല്ലേ. ഇനി ഭർത്താവിന് എന്തെങ്കിലും മാവ് കൊണ്ടൊരു പുട്ടോ അപ്പമോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവൂല. ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയാൻ തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണേ, പൂനിലാവുദിച്ചു നിൽക്കുന്നത് പോലെ എന്റെ വീടിന്റെ മുമ്പിൽ എപ്പോഴും നിൽക്കുന്ന ഫാത്തിമ ഇപ്പോഴെന്തിനാണ് കരയുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അലിയേ, നിങ്ങൾ ആദ്യമായിട്ട് ആഹാരം ചോദിച്ചിട്ട് തരാനില്ലാണ്ട് പോയല്ലോ. ആദ്യമായിട്ട് ആഹാരം ചോദിച്ചിട്ട് തരാനില്ലാതെ പോയല്ലോ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അതൊക്കെ പോട്ടെ, എനിക്ക് നിന്നോടൊരു സംശയം പറയാനുണ്ട് ഫാത്തിമ. നിനക്ക് എങ്ങനെയാണ് പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ കഴിയുന്നത്? എത്ര പട്ടിണി കിടന്നാലും, എത്ര ദാരിദ്ര്യമാണെങ്കിലും, എത്ര കഷ്ടപ്പാടാണെങ്കിലും, എത്ര പ്രയാസമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ അതറിയാത്തവളെ പോലെ എങ്ങനെയാണ് ചിരിക്കാൻ നിനക്ക് കഴിയുന്നത്? തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയുന്നത് എങ്ങനെയാണ്? ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്. എന്റെ പായിപ്പാട്ട പെണ്ണിന്റെ മനസ്സ് കിടുകിടുക്കേണ്ട വാക്കാണ്. എന്റെ പായിപ്പാട് പള്ളിയുടെ തിരുമുറ്റത്ത് വന്ന് അള്ളാന്റെ വീടിന്റെ മുമ്പിൽ വന്നിരുന്ന് പ്രസംഗം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും നെഞ്ചിനകത്ത് പതിപ്പിച്ചു വെക്കേണ്ട വാക്കാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാന്റെ റസൂൽ എനിക്കൊരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ എനിക്കൊരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദുആ ചൊല്ലാത്ത ഒരു ദിവസം പോലും നിക്കാഹ് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതിന്റെ ഗുഡൻസ് പറഞ്ഞു കൊടുക്കുക. അല്ലാഹ്, മുത്തുനബി നിക്കാഹിന് മുമ്പ് എനിക്ക് പറഞ്ഞു തന്നൊരു ദുആ, ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നാൽ മരിക്കുവോളം എന്നും പറയാനുള്ള ഒരു ദുആ. ആ ദുആ എന്റെ കയ്യിലുള്ളിടത്തോളം കാലം ഞാൻ തളരൂല എന്ന് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ ഒരിക്കലും തളർന്നിട്ടില്ലല്ലോ. മാറിടം പറ്റി രക്തം വന്നിട്ടുണ്ട് എന്ന് ഹദീസുകളിലുണ്ട്. ലഈഫായ ഹദീസാണെന്ന് പറയുന്നു. പക്ഷെ എന്നാലും അത് കേൾക്കുമ്പോ നമ്മുടെ നെഞ്ചൊന്ന് പെടയൂലേ? തളർന്നിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുത്തുനബിയോട് പോയി ജോലിക്കാളില്ല അങ്ങനെയൊക്കെ ചരിത്രം ഉണ്ടല്ലോ. അതൊക്കെ മനസ്സങ്ങനെ നിർബന്ധിച്ചിട്ട് ഒരു ജോലിക്കാരനെ കിട്ടും അങ്ങനെ പോയതല്ല. ശരീരം തളർന്ന് കൈയൊക്കെ പൊട്ടി ആളുകൾ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് വിടുകയാണ്. ഒന്ന് ചോദിക്കു ഫാത്തിമ, നബിയല്ലേ, 2 ആട് തരാൻ പറഞ്ഞൂടെ? അവിടെ ഉണ്ടല്ലോ, സഹാബത്തിന്റെ കയ്യിലുണ്ടല്ലോ. അങ്ങനെ പോയതാണ്. അല്ലാതെ എന്റെ കഷ്ടപ്പാട് മാറ്റണം നബി എന്ന് പറഞ്ഞ് എന്നും രാവിലെ പോവല്ല. അലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ ആ പുഞ്ചിരിയുടെ അല്ലെങ്കിൽ ആ സ്വബറിന്റെ ആ സഹനത്തിന്റെ രഹസ്യം അറിയാൻ കാത്തിരുന്നു. എപ്പോഴും അലി റളിയല്ലാഹു അൻഹു അത്ഭുതമാണ്. ഏത് ബുദ്ധിമുട്ട് വന്നാലും അവിടെ ആ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു ഭാര്യയെ കിട്ടിയാൽ അല്ലാഹുവേ, ഇത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് ടെൻഷൻ കൂടുക.
എല്ലാ ടെൻഷനും അവിടെ തീരണം. ശൗവാൽ പൊന്നം വിളിയല്ലേ പവിഴപ്പൂത്തേൻ കനിയല്ലേ തിരുതോഹ പൂനബിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ മോള് പനയോല കൊണ്ടൊരു പന്തൽ നല്ല മശൂറ നാട്ടിലുയർന്ന് അത്തറിൻ മണമുള്ള മഹറ മണിമാരൻ അരിയോരും വന്ന് ഉള്ളതാലുടുത്തൊരുങ്ങി പൂമകൾ ചമഞ്ഞ് പിന്നിലുള്ള രമ്പിളി പൊൻഹൂറിയായി തെളിഞ്ഞ് ശൗവാൽ പൊന്നം വിളിയല്ലേ പവിഴപ്പൂത്തേൻ കനിയല്ലേ തിരുതോ പൂനബിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ ബീവി. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ എല്ലാ പ്രതിസന്ധികളെയും തകർത്ത് കളഞ്ഞത് ആ ദുആ കൊണ്ടാണെങ്കിൽ പായിപ്പാട്ട പൊന്നുമോളെ ഭർത്താവിന് രോഗം വന്നാലും മക്കൾക്ക് പ്രയാസം വന്നാലും കടക്കണിയിലായി പോയി വെള്ളിയാഴ്ച ഈ പള്ളിയുടെ മുറ്റമുറ്റ തട്ടം വിരിച്ചിരിക്കേണ്ട ഗതി വന്നു പോയാലും തളരല്ല മോളെ, ഒരിക്കലും നിങ്ങൾ തളരല്ലേ. അല്ലാഹു എന്ത് തന്നാലും തോറ്റുപോവല്ലേ. ഏത് പ്രയാസത്തിന്റെ മുകളിലും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ദിക്റിന്റെ പ്രാർത്ഥനയുടെ സ്വലാത്തിന്റെ ചിറകുകളിലൂടെ പറന്ന് പറന്നുയരാൻ എന്റെ പൊന്നുമോളെ നിനക്ക് കഴിയട്ടെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്ന ദുആ പായിപ്പാട്ട സഹോദരിമാര് മരിക്കുവോളം മറക്കല്ലേ, മരിക്കുവോളം മറക്കല്ലേ. ആ ദുആ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതവും മാറ്റവും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇൽമിന്റെ മജ്ലിസാണ്. എന്റെ ഉപ്പ മരണപ്പെട്ടത് റമളാൻ 17-ാം രാവ് വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് മരിക്കുന്നു. 12 മണിക്ക് 12:30 ഖബറടക്കും. വെള്ളിയാഴ്ച ജുമാ വാങ്ങിയേക്കുമ്പോ അപ്പ ഖബർ അടക്കി കഴിഞ്ഞു. രാവിലെ 9 മണിക്ക് മരണപ്പെടുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്റെ ഇൽമിന്റെ മജ്ലിസിന്റെ ദുആയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കിയതാണ്. അതായത് നല്ല റാഹത്തുള്ള മരണം എന്നാണ് പറയാം. മരിക്കുന്ന സമയത്ത് ഞാൻ വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിൽ അന്ന് ഖത്തീബാണ്. ഖബർ പോലും പെട്ടെന്ന് വെട്ടിത്തീരുമോ എന്ന ആശങ്കയാണ്. അപ്പൊ ഞാൻ വള്ളക്കടവില് ഖത്തീബായിരിക്കുമ്പോ അവിടെ ഈ നമ്മളിവിടെ ഖത്തീബായിട്ടിരിക്കുമ്പോ ഞാനാണെങ്കിലും സിറാജുദ്ദീൻ ഖാസിമി ആണെങ്കിലും കബീർ വാക്കവി ആണെങ്കിലൊക്കെ കുറേയേറെ ചെറുപ്പക്കാരുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ വള്ളക്കടവിൽ ഖത്തീബായിട്ടിരിക്കുമ്പോ നാട്ടില് ഒരു അറിയപ്പെട്ട ചെറിയൊരു ഗുണ്ടാ പരിപാടിയൊക്കെ ഉള്ള ആളാണ്. കാതിൽ കമ്മലുണ്ട്, ഇവിടെ കയ്യിൽ വളയുണ്ട്. അവനിങ്ങനെ വെള്ളിയാഴ്ച എന്റെ റൂമിലേക്ക് കയറി വരികയാണ്. സിറാജുദ്ദീൻ ഖാസിമി കയറി രണ്ടാമത്തെ പള്ളിയുടെ സൈഡിൽ 2ാമത്തെ നിലയിലാണ്, മുകളിലാണ് വീട്, റൂം. അപ്പൊ ഇവനിങ്ങനെ മുകളിൽ കയറി വന്നു. അപ്പൊ ഞാൻ ഈ സത്യത്തിൽ ഈ കസേരയുടെ അടിയിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ കാലിന്റെ തൊടയിൽ ഇങ്ങനെ കൊണ്ടപ്പോ പെട്ടെന്ന് ഞാനിങ്ങനെ എഴുന്നേറ്റതാ. അപ്പൊ യോൻ വിചാരിച്ചെന്താണെന്നറിയോ, അവനെ കണ്ടപ്പോ ഞാൻ എഴുന്നേറ്റുന്ന. അതോടുകൂടി അവന്റെ ചങ്ക് പുറവായി മാറി ഞാൻ. പിന്നെ രക്ഷയില്ല. ഭയങ്കര കമ്പനി എന്ന് പറഞ്ഞാൽ വല്ലാത്ത സൗഹൃദം, വല്ലാത്ത ബന്ധം, വല്ലാത്ത സ്നേഹം. പക്ഷെ ഇവന്റെ നിസ്കാരമൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ റമളാൻ മാസത്തിൽ ഇവിടെ ഹാഫിളാണ്. അപ്പൊ റമളാൻ അവസാന 10 എല്ലാ ദിവസവും രാത്രി ഫുൾ അവിടെ എഴുത്തിക്കാപ്പാണ്. തിരുവനന്തപുരം അങ്ങനെയാണ്. ഒരു ആട്ടക്കുളങ്ങരയൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോ അവിടെ ഇങ്ങനെ രാത്രി ഞാനിങ്ങനെ ഇശാനസ്കാരം കഴിഞ്ഞ് തറാവീഹ് തുടങ്ങാൻ പോവാണ്. ഇശാനസ്കാരം കഴിഞ്ഞപ്പോ ഇവൻ അടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും. ഞാൻ നോക്കുമ്പോ നമ്മളെ അസ്സലാമു അലൈക്കും ഉസ്താദേ, പിന്നെ നമുക്ക് ശംഖുമുഖത്ത് പോയാലോ? ഞാൻ പറഞ്ഞടാ ചെയ്താനെ റമളാന്റെ അവസാന 10 അല്ലെ, തറാവീഹിനൂടെ ഹാഫിള് ഉണ്ടല്ലോ, നമുക്ക് വിത്തറാമ്പ് വന്നാ പോരെ? നല്ല കാറ്റ്, അടിപൊളിയാ, ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കുടിച്ചു നടന്നിട്ട് വരാം എന്നോട് പറയാം. ഇതാണ് ഈ കൂട്ടുകാരൻ. പക്ഷെ നമുക്ക് അവർക്ക് അതേ അറിയുള്ളൂ. പറഞ്ഞു ഒരുപാട് ചെറുപ്പക്കാരെ നമ്മളിങ്ങനെ കൂട്ടുകാരാക്കി ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോ അളയെ വീട്ടിൽ പോണ അളയാന്ന് ചോദിക്കും ചെറുപ്പക്കാര് ഖത്തീബിനോട്. കൂടുതൽ കമ്പനിയായ പ്രശ്നം. അപ്പൊ ഒരു രീതിയിൽ നിർത്തിയില്ലെങ്കിൽ അളിയനായി പോകും. അപ്പോ ഇവൻ എന്ത് ചെയ്യുന്നറിയോ, വാപ്പ മരണപ്പെട്ടതിന്റെ അന്ന് നേരത്തെ പള്ളിയിലെത്തി. അപ്പൊ ഖബർ വെട്ടിക്കൊണ്ടിരിക്കുന്നത് സ്പീഡ് കുറവാണ്, നേരത്തെ തീരൂല എന്ന് തോന്നിയപ്പോ ഇവൻ തന്നെ എന്ത് ചെയ്തു, ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി അടക്കിയതിനു ശേഷം മണ്ണ് വെട്ടിയിടാനൊക്കെ വളരെ ആവേശത്തിൽ. ഞാൻ ആ വാപ്പാടെ കാര്യം പറയുമ്പോഴൊക്കെ ഇവനെ ഓർക്കും. അല്ലാഹു തആല ഹിദായത്ത് നിലനിർത്തി കൊടുക്കട്ടെ.
നമുക്ക് മജ്ലിസിന്റെ ദുആ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വാപ്പാക്ക് ഞാൻ ഇങ്ങനെ അല്ലാഹ് നല്ല മരണം കൊടുക്കണം, പടച്ചോനെ ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കാൻ ഇറങ്ങിയതിന് ശേഷമാണ് ചെറിയ ചെറിയ സൂറത്തൊക്കെ വാപ്പ പഠിക്കണത്. അത്രത്തോളം ചെറുതിലേ കഷ്ടപ്പാടായിരുന്നു. പക്ഷെ നല്ല റാഹത്തുള്ള മരണം അല്ലാഹ് കൊടുത്തു. മജ്ലിസിന്റെ ദുആ ഒന്നുകൊണ്ട് മാത്രം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു തരുന്ന ഒരു ദുആ ജീവിതത്തിൽ മറക്കൂല. നീ പള്ളിയെ സാക്ഷിയാക്കി നിങ്ങൾ നിയ്യത്ത് ചെയ്തിട്ട് പോയാൽ അള്ളാഹു നിങ്ങൾക്ക് വലിയ നേട്ടം തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ചെല്ലുന്ന എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ പള്ളി നാളെ പരലോകത്ത് മനുഷ്യനെ പോലെ നാവ് കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അനുകൂലമായി ഈ പള്ളി സംസാരിക്കുന്ന രീതിയിൽ അള്ളാഹു ആക്കി തരട്ടെ. ആമീൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് എന്നോട് എൻ്റെ ഉപ്പ പറഞ്ഞു തന്ന ദുആയാണ് അല്ലാഹുമ്മ ഗുഫിർലി ദംബി വവസ്സിഅലി ഫീ ദാരി വബാരിക് ലി ഫീമാ റസഖ്തനി. മൂന്ന് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വാക്കുകളാണ് ഇതിനകത്തുള്ളത്. മൂന്ന് കാര്യങ്ങളാണുള്ളത്. എഴുതിയെടുക്കാം, മൊബൈൽ റെക്കോർഡ് ചെയ്യാമെന്നൊന്നും ചിന്തിക്കണ്ട. ഇപ്പൊ തന്നെ പഠിച്ചോ, നിന്റെ ഹൃദയത്തിലേക്ക് ഇപ്പൊ തന്നെ ചേർത്ത് വെച്ചോ. മനപ്പാഠമാക്കാൻ പറ്റുന്ന ലളിതമായ മൂന്ന് വാക്കുകളാണ്. അല്ലാഹുമ്മ ഗുഫിർലി ദംബി, ഒന്നാമത്തെ എന്റെ പാവം നീ പൊറുക്കണേ റബ്ബേ. എല്ലാ ദിവസവും നിന്റെ വീട്ടിന്റെ അകത്ത് മക്കളുള്ള, ഭർത്താവുള്ള, അവരുടെ കുടുംബക്കാരുള്ള വീട്ടിന്റെ അകത്ത് അവർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്ന വീട്ടിന്റെ അകത്ത്, ഭർത്താവിനെ കാത്തിരിക്കുന്ന വീട്ടിന്റെ അകത്ത്, മക്കൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുന്ന വീട്ടിന്റെ അകത്ത്, മക്കളെ നിസ്കരിപ്പിക്കുന്ന വീട്ടിന്റെ അകത്ത് അല്ലാഹുമ്മ ഗുഫിർലി ദംബി, എന്റെ പാപം പൊറുക്കണേ റബ്ബേ. മോളെ പഠിച്ചു വെക്കണം, ഒന്നാമത്തെ വാക്കതാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തതാണ്. ആ മഹജിദന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഇന്ന് മുതൽ ചൊല്ലണേ. നമ്മുടെ വീട് ബറക്കത്തിന്റെ വീടാവണ്ടേ. രണ്ടാമത്തെ വാക്ക് വവസ്സിഅലി ഫീ ദാരി, എന്റെ വീട് വിശാലമാക്കണേ അല്ലാഹ്. ഏത് ബുദ്ധിമുട്ട് വന്നാലും സഹിക്കാനുള്ള വിശാലത, അതാണ് വിശാലത. അല്ലാതെ 16ക്ക് 16 റൂമെന്നല്ല വിശാലത. ഏത് പ്രതിസന്ധി വന്നാലും സഹിക്കാനുള്ള വിശാലത, ഏത് പ്രയാസം വന്നാലും ഉൾക്കൊള്ളാനുള്ള വിശാലത. അല്ലാഹുവേ, ഈ സഹോദരിമാർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന സുബർ എത്ര വലുതാണെന്നറിയോ. നല്ല ക്ഷമയാണ് നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുള്ളത്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മരിക്കുമ്പോ ഭാര്യ മാത്രമേ അരികിലുള്ളൂ. ആ മോനെ കുളിപ്പിച്ച് പൊതിഞ്ഞ് അടുത്ത റൂമിൽ കിടത്തിയിട്ട് വാ പൊന്നുമോനെ, ജീവന്റെ ജീവനായി ഇഷ്ടപ്പെടുന്ന ഭർത്താവ് മടങ്ങി വന്നപ്പോ ഭക്ഷണം കൊടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഭർത്താവിന് പരിപൂർണമായി സന്തോഷം കൊടുത്തതിന് ശേഷമാണ് ഈ ദുഃഖത്തിന്റെ കാര്യം പറഞ്ഞു കൊടുത്തത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ലോകത്തൊരു പെണ്ണിനെ അതിന് കഴിയൂ, ഒരു പെണ്ണിനെ അതിന് കഴിയൂ, ഒരു പെണ്ണിനെ അതിന് കഴിയൂ. ഒരാണിന് ഒരിക്കലും അത്രത്തോളം ക്ഷമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു വിശാലമായ മനസ്സ് കുടുംബത്തിൽ വേണമെന്ന് പെണ്ണ് വീണ്ടും വീണ്ടും ദുആ ചെയ്യണം എല്ലാ സമയത്തും. പ്രസവിക്കുന്ന ജോലി നിങ്ങൾക്ക് അല്ലാഹു തന്നത് തന്നെ, നിങ്ങൾക്ക് ക്ഷമ കൂടുതലായതുകൊണ്ടാണ്. പ്രസവിക്കണ ജോലി ആണുങ്ങൾക്കാണ് തന്നതെങ്കിൽ 2 കുട്ടിയുള്ള വീട് ഒരു വീട്ടിലുണ്ടാവില്ല. ഉണ്ടാവോ? ഒരു പ്രസവം പകുതിയാകുമ്പോ തന്നെ ഡോക്ടറിനോട് പറയും ഈ പകുതിയിൽ വെച്ച് നിർത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ ഡയലോഗ് അടിക്കാനും ജാട കാണിക്കാനും ഒക്കെ ഭയങ്കര സംഭവാ. സുവർണെ കുറിച്ച് പറയുന്നതിനൊക്കെ ഭയങ്കര സംഭവാ. വിരളിലെങ്ങാനും ഒരു ചെറിയ, ഇപ്പൊ ഭാര്യ ബാത്റൂമിലാണ്, തലവേദന എടുക്കുന്ന കട്ടൻ ചായ കുടിക്കണം. അപ്പൊ പറഞ്ഞ് കറണ്ട് പിന്നെ അടുപ്പുണ്ട്, അതിൽ നിങ്ങൾ ഇറ്റുള്ളി അങ്ങനെ ചെയ്താൽ മതി, അവിടെ സ്വിച്ച് അങ്ങനെ ഇട്ടാൽ മതി, ഇങ്ങനെ ഇട്ടാൽ മതി. ആ പാത്രം ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഒരല്പം ഇവിടെ ഒന്ന് ഇങ്ങനെ ഇവിടെ ഒന്ന് കൊണ്ടാ മതി. അന്നത്തെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഉണ്ടാവും. ആ ജമാഅത്തിലുള്ള എല്ലാ, ആ പരിസരത്തുള്ള എല്ലാ ഖത്തീബുമാരും അറിയും സുലൈമാൻ കാക്കയുടെ കൈ പോയി, അടുക്കള ജോലി ചെയ്ത് പൊള്ളിപ്പോയി, വെന്തുപോയി, ആകെ പ്രശ്നം. പിന്നെ 3 ജുമയെ മുടങ്ങി, ഒരു പള്ളിയിലും പോകില്ല, ജോലിക്കും പോകില്ല, അങ്ങനെ കൊണ്ടു കിടക്കും. അതുവരെ മൂപ്പര് സുലൈമാൻ നബി എന്ന് പറഞ്ഞാൽ നടന്നത്. വിരള് പൊള്ളിയോട് കൂടി എല്ലാം. ഈ സഹോദരിമാരെ ശരീരത്തില് നിങ്ങൾ ഇന്ന് ചെന്നിട്ട് ചോദിച്ചു, ഇന്നിപ്പോ രാത്രി ആയിപ്പോണെങ്കിൽ വേണ്ട, നാളെ ചോദിച്ചാലും മതി, എവിടെയൊക്കെയാ പൊള്ളിയിട്ടുള്ളതെന്ന് ചോദിക്കും.
എവിടെയൊക്കെ മുറിഞ്ഞിട്ട് ആ വിരല് 10 വിരളെന്ന് നോക്കണം, ഇടത്തേക്കയുടെ വിരളെന്ന് നോക്കണം. അള്ളാഹുവെ കത്തി കൊണ്ട് 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 അങ്ങനെ കിടക്കുന്നുണ്ടാവും കൈ. കണ്ടിട്ടുണ്ടോ കൈ? കൈ നോക്കാൻ സമയം വേണ്ടേ? അന്ന് നോക്കിയിരുന്നു സാധാ. കല്യാണം കഴിഞ്ഞപ്പോ കുറച്ച് ദിവസമൊക്കെ കൈയൊക്കെ നോക്കിയിരുന്നു, പിന്നെ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. കല്യാണം കഴിഞ്ഞപ്പോ എന്തുവായിരുന്നു, കൈയെടുത്ത് ഇങ്ങനെ മടിയിൽ വെക്കുന്നു, പൊന്നേ പൊന്നെ അതൊക്കെ പോയി ഒരുമിച്ച് പല്ല് തേക്കുന്ന, ഒരുമിച്ച് ഒരു ശവറിന്ന് വിളിക്കുന്ന, പിന്നെ കാണാനില്ല കേൾക്കാനും ഇല്ല. 2 മക്കളുമായി അയാളെ പഠിക്കും, ഇവളെ പഠിക്കും. ഈ കുടുംബജീവിതം അവസാന സമയം വരെ ഉണ്ടാവണം, റാഹത്തിലുണ്ടാവണം, സന്തോഷത്തിലുണ്ടാവണം, റാഹത്തിലുണ്ടാവണം. ആ വിരലെത്ര പറഞ്ഞിട്ടുണ്ടാവും, വെണ്ടയ്ക്കും കത്തിരിക്കും ഒക്കെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ്. ഈ വലത്തെ കൈയുടെ ഈ ഭാഗമുണ്ടല്ലോ, ഇവിടെ ശരിക്കും ഒരുപാട് കരിഞ്ഞിട്ടുണ്ടാവും. ഈ പാത്രങ്ങൾ ഇങ്ങനെ പിടിച്ച്, ചിലപ്പോൾ തുണിയില്ലാതെ പെട്ടെന്ന് പിടിച്ചിട്ട് എത്ര ഉണ്ടാവും, കഴിഞ്ഞു. നമ്മളാണെങ്കിൽ പിന്നെ 11 മാസം ഇങ്ങനെ നടക്കല. അവർ ആ കുടയിലോടുകൂടി കഴിഞ്ഞു. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും, എത്ര പ്രയാസം. അള്ളാഹുവെ നമ്മുടെ സഹോദരിമാർക്ക് നല്ല ക്ഷമ നീ കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ. അല്ലോ, ഉമ്മയുടെ ക്ഷമയെ കുറിച്ച് പറയാനും പറഞ്ഞറിയിക്കാനും വാക്കുകൾ ഉണ്ടാവൂല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സ്വർഗം കൊടുക്കട്ടെ. അവരെ പൊരുത്തം അള്ളാഹു അറിവില്ലാത്ത സാധുക്കളായ നമുക്കും അള്ളാഹു നൽകട്ടെ. ഉമ്മ മരണപ്പെട്ടു പോയവർ, ഉപ്പ മരണപ്പെട്ടു പോയവർ ഈ മജ്ലിസിലുണ്ടെങ്കിൽ അള്ളാഹുവേ, ഈ നല്ല മജ്ലിസിന്റെ പുണ്യം കൊണ്ട് അവരുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് മജ്ലിസിന്റെ കൂലി നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. എല്ലാം ക്ഷമിച്ചത് എങ്ങനെയാണ് ഫാത്തിമ റളിയല്ലാഹു. നമ്മൾ ദുആ ചെയ്യണം. എത്ര വലിയ വീട്ടിലാണ് നിന്നെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുപോയാലും, എത്ര ചെറിയ വീട്ടിൽ കൊണ്ടുപോയാലും ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഗഫിർ ലി ദംബി വവസ്സി ലി ഫീ ദാരി. മൂന്നാമത്തേത് വബാരിക് ലി ഫീമാ റസഖ്തനി. എനിക്ക് തന്നതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. മക്കളെ തന്നെങ്കിൽ അതില്, സ്വർണം തന്നെങ്കിൽ അതില്, വീട് തന്നെങ്കിൽ അതില്, ആരോഗ്യം തന്നെങ്കിൽ അതില്, ഭക്ഷണം തന്നെങ്കിൽ അതില്, അതിലെല്ലാത്തിലും നീ ബറക്കത്ത് തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലി ദംബി വവസ്സി ലി ഫീ ദാരി വബാരിക് ലി ഫീമാ റസഖ്തനി. ഈ ദുആ മറക്കണ്ട മോളെ.